വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഞാൻ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. കോളിഫ്ലവർ ഓംലെറ്റ്. ഇത് വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിതാ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്തത്. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. പറിച്ച് വെച്ച് 2 ദിവസമായിപ്പോയി, അതാ കുറച്ചൊരു വാട്ടല്ലോ. അപ്പോൾ ഞാനിതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ഉപ്പിടുക, ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ അതിലിട്ട് ഒന്ന് തിളയ്ക്കുമ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ. അത്രയും മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒഴിവാക്കുക, ഒരു അരിപ്പയിലേക്ക് ഇടുക കേട്ടോ. ഒന്ന് തണിയട്ടെ. എന്നിട്ട് നമുക്കിനി ഇതെടുത്തിട്ട് ഇതിൻ്റെ കുനുകുനാ അരിഞ്ഞെടുക്കണം കേട്ടോ. നമുക്കിത് ഓംലെറ്റ് ഉണ്ടാക്കാനല്ലേ. കോളിഫ്ലവറിൽ ധാരാളം ഗുണങ്ങളുണ്ട്. വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് പിന്നെ വെയിറ്റ് ലോസുകാർക്ക് വളരെ നല്ലതാണ്. ഇത് കുറച്ച് കഴിച്ചാൽ പിന്നെ വയറിൽ അവിടെ കിടക്കും. അപ്പം കുറേ നേരം വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നൂല കേട്ടോ. അപ്പം ഞാനിതാ എല്ലാം കുനുകുനുകുനുനാ അരിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ ചെറുങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒന്നും കൂടെ കയ്യിൽ തന്നെ വെച്ചിട്ടാക്കുന്നത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുക കേട്ടോ. ഉപ്പൊക്കെ നിങ്ങളെ പാകത്തിന് ഇട്ടോളുക. പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂൺ പോലെ കുരുമുളക് പൊടിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതും ഇവിടുത്തെ കോഴികൾ ഇട്ട മുട്ട തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇനി നമ്മളിത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്താൽ മതി. ബീറ്ററൊന്നും വേണമെന്നില്ല. ബീറ്ററുള്ളവർക്ക് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇതാ അങ്ങനെ തന്നെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുനുകുനാ അരിഞ്ഞു വെച്ച നമ്മളെ കോളിഫ്ലവർ അതിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം കുറേ നേരം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം നല്ലോണം മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. ഇതാ ഇപ്പോൾ ഇതെല്ലാം നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കുക കേട്ടോ. വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിതാ കോളിഫ്ലവറിൻ്റെത് ഒരു 2 തവി കോരി ഒഴിക്കുക കേട്ടോ. നമ്മളിതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വളരെ ലോ കോസ്റ്റാണ്. നിങ്ങൾക്ക് നല്ല ഹെൽത്തിയാണ് ഇത്. മുട്ടയിലുള്ളത് നല്ലതാണ്. തടി കുറയ്ക്കാൻ മുട്ടയും നല്ലത് തന്നെയാണ് കേട്ടോ. കോളിഫ്ലവറിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് വായിച്ച് നോക്കണേ. അതിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിട്ടുണ്ട്, ഇതിലുള്ള ഗുണങ്ങളും എല്ലാം കേട്ടോ. അപ്പം നമ്മളിതാ ഒരു സൈഡ് ഒന്ന് മൂടി വെച്ച് വേവിക്കണേ. എന്നിട്ട് വെന്തിട്ട് ഒന്ന് തിരിച്ചിടുക കേട്ടോ. ചെറുങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഒന്ന് ചുട്ടു, അതുപോലെ ബാക്കി കൂടി ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇതാ ഇപ്പോൾ 3 ഓംലെറ്റ് ഞാൻ ഉണ്ടാക്കി. അതുകൊണ്ട് 2 മുട്ടയും ഒരു ചെറിയൊരു കോളിഫ്ലവറാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ലഞ്ചായിട്ടോ എന്ത് വേണമെങ്കിലും കഴിക്കുക കേട്ടോ. ഇത് കഴിച്ചാൽ കുറച്ച് നേരം വയറ് ഫുള്ളായിട്ടിരിക്കും. അപ്പം നമ്മൾ വാരി വലിച്ച് വേറെയൊന്നും കഴിക്കില്ല. അപ്പം ഇത് വെയിറ്റ് ലോസിന് സഹായിക്കും. അതുപോലെ മുട്ടയിലും ധാരാളം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ മെറ്റാബോളിസത്തിനെ ത്വരിതപ്പെടുത്തും. അതും വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.